വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ മലപ്പുറം ജില്ലയെ അപരവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ ബഹുജന സംഗമം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ആശങ്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ആശങ്കപ്പെട്ട കാര്യം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കമുണ്ട് എന്നതാണ്. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താൻ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 8-9 വർഷമായി കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. എന്താണ് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം? ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സൗഹാർദ്ദത്തിൻ്റെ ഒരു ഘടകവും പാടില്ല, മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു മുദ്രാവാക്യവും അനുവദിക്കില്ല എന്ന് കച്ചകെട്ടി ഇറങ്ങിയവരാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. സംഘപരിവാറിൻ്റെ ചരിത്രവും നമുക്കറിയാം. ഇപ്പം കേരളത്തിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ, സാമൂഹ്യ അന്തരീക്ഷത്തെ കഴിഞ്ഞ 10 വർഷത്തോളമായി ദുർബലപ്പെടുത്തുന്നതിൽ ഒന്നാം സ്ഥാനം CPM എന്ന് പറയുന്ന സംഘടനക്കാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഇലക്ഷന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഒരു സാമൂഹ്യ സംഘാടനത്തിനു വേണ്ടി CPM ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അപരവൽക്കരിക്കുന്നൊരു പദ്ധതിയാണ്. ഇവിടുത്തെ മറ്റു സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ന്യായമായ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും അതിനെ തകർക്കാനുമുള്ള പദ്ധതിയാണ്. ആ തകർക്കാനുള്ള പദ്ധതിയുടെ അതിൻ്റെ ക്ലൈമാക്സിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര രൂക്ഷമായി ഇത് തിരിച്ചറിഞ്ഞത്. അതിലൊരു പങ്ക് നിലമ്പൂരിൽ MLA-ക്കുമുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 8 കൊല്ലം കൂടെ കിടന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് പോലീസിലെ RSS വൽക്കരണത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഭരണത്തിൽ RSSന്റെ സ്വാധീനത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പ്രതിച്ഛായ നിർമ്മിക്കാൻ PR ഏജൻസിയെയും ഭരിക്കുവാൻ MR അജിത് കുമാറിനെയും ഏൽപ്പിച്ചുകൊണ്ട് കയ്യും കെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? MR അജിത് കുമാറാണ്. MR അജിത് കുമാർ ഏതാണ്? ഏലത്തൂർ സ്ഫോടനം ഉണ്ടായപ്പോൾ പ്രതിക്ക് ഷാഹീൻ ബാഗുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. കാസർഗോഡ് SP ആകുമ്പോൾ ഒരു MSF-കാരൻ അവിടെ മാർച്ച് നടത്താൻ വന്നപ്പം നീയൊക്കെ തീവ്രവാദിയല്ലടോ എന്ന് അന്ന് വിളിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ അടിമുടി സംഘവൽക്കരണത്തിന് പാകപ്പെട്ട ഒരു ശരീരവുമായി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാൾ. ആ മനുഷ്യൻ കൂടിക്കാഴ്ച നടത്തിയത് ആരോടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഹസബാലയും അതുപോലെ റാംമാധവുമായിട്ടാണ്. ഇവർ RSSന്റെ നേതാക്കന്മാർ മാത്രമല്ല, RSSന്റെ സംഘപരിവാറിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളാണ്. അവരുമായി ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ഇപ്പൊ റാംമാധവിനുമായി കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ അദ്ദേഹത്തിനാണ് ഇപ്പൊ കാശ്മീർ ഇലക്ഷന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ഷന്റെ വിഷയങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ വീട്ടിൽ സദാസമയം വരുന്ന, അദ്ദേഹത്തിന്റെ തന്നെ കൈ ഇങ്ങനെ നീട്ടിയാൽ തട്ടുന്ന 3-4 ശരീരങ്ങളുണ്ട്. അതിലൊരു ശരീരമാണ് MR അജിത് കുമാർ എന്ന് പറയുന്നത്. അത്രയും അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഈ RSSന്റെ മേധാവികളുമായി സംസാരിച്ചാൽ അദ്ദേഹത്തിന് അനുമതിയോടുകൂടിയല്ല എന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പിണറായി വിജയന് ബാധിച്ച അസുഖം ബാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരിക്കലും അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇദ്ദേഹം എന്താണ് ചർച്ച ചെയ്തത്? അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? നിങ്ങൾ ഇന്നലെ സമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ആനകൾക്ക് അവിടെ പ്രശ്നമുണ്ടായിരുന്നു, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആനകൾക്കുള്ള പ്രശ്നം കൈകാര്യം ചെയ്യുന്നതാണ്. ആനകൾക്ക് തീറ്റ കൊടുക്കുന്നത്, പട്ട കൊടുക്കുന്നത് മുടക്കി എന്നതാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പ്രശ്നം. അതാണ്. അപ്പൊ ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തു. തറവാടകയുമായൊരു പ്രശ്നമുണ്ടായിരുന്നു, അതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരമറിയില്ല. അദ്ദേഹത്തിന് ഉത്തരമറിയാത്തല്ല, ബോധപൂർവം അദ്ദേഹം മറച്ചു വെക്കുകയാണ്.
ബോധപൂർവം മറച്ചു വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, PV അൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിറ്റേ ദിവസം യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പാർട്ടി അനുഭാവിയാണ്, പക്ഷെ പാർട്ടിയുടെ പാർലമെന്റ് പാർട്ടി വൃത്തത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ പിറ്റേ ദിവസം തന്നെ പ്രകടനവുമായി വന്ന ആളുകൾ ആ പ്രകടനത്തിൽ എന്ത് മുദ്രാവാക്യമാണ് വിളിച്ചത്? നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. എന്ത് മുദ്രാവാക്യമാണ് അവരെല്ലാം വിളിച്ചത്? അപ്പൊ അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഇത്ര കൃത്യമായി ഈ അച്ചടക്ക ലംഘിച്ച ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതേസമയം പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകളാണല്ലോ PR ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് പോരാഞ്ഞിട്ട് എരിവും പുളിയും കൂട്ടി അദ്ദേഹത്തിന് വേണ്ടി എഴുതി കൊടുത്ത കാര്യങ്ങൾ ഏതാണ്? മലപ്പുറത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. മലപ്പുറത്തെ സമൂഹത്തെ അപരവൽക്കരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കൊണ്ടുവരുന്ന പണം, ഹവാല പണം, അതുപോലെ തന്നെ സ്വർണം, ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ്. ആരാണിത് പറയുന്നത്? ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ പറയൽ ഡൽഹിയിലാണ്. മുമ്പ് 2010 സഖാവ് VS അച്യുതാനന്ദൻ ലവ് ജിഹാദിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തി എവിടെയാണ്? ഡൽഹിയിലാണ്. യോഗി ആദിത്യനാഥ് പത്രക്കാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു പറയാണ്, ലവ് ജിഹാദ് ഇന്ത്യയിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അത് ഞാനല്ല പറഞ്ഞത്, കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രിയാണ്. ഇനി ഈ യോഗി ആദിത്യനാഥ്, അതുപോലെ നരേന്ദ്രമോദി, അമിത്ഷാ, BJPയുടെ എല്ലാവരും വിളിച്ചു പറയും, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഞങ്ങളല്ല പറഞ്ഞത്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. സാധാരണ അദ്ദേഹത്തിന് ചില പഴഞ്ചൊല്ലുകളിൽ ഒരു പഴഞ്ചൊല്ലാണ്, നിങ്ങൾ RSSന് മരുന്നിട്ട് കൊടുക്കരുത്. RSSന് ഒരു മെഡിക്കൽ ഷോപ്പ് തന്നെ തുറന്നു കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, അതിനുള്ള മരുന്നുകൾ എന്തൊക്കെ മരുന്നുകളാണ്? മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്ത്, അതുപോലെ രാജ്യദ്രോഹം, അതുപോലെ ഹവാലപ്പണം. ഈ നരേശനൊക്കെ മുസ്ലിം സമൂഹത്തെക്കുറിച്ചും മുസ്ലിങ്ങൾ ഭൂരിപക്ഷം തിങ്ങി താമസിക്കുന്ന പ്രദേശത്തെക്കുറിച്ചും രൂപപ്പെടുത്തിയത് ആരാണ്? സംഘപരിവാറാണ്. അപ്പൊ സംഘപരിവാർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നിങ്ങൾ ഈ PR ഏജൻസിക്ക് തെറ്റി എന്ന് പറഞ്ഞപ്പോ PV അൻവറിനെതിരെ ഉറഞ്ഞു തുള്ളിയ സഖാക്കൾ വരെ നിങ്ങൾ ആലോചിച്ചു നോക്കുക. അദ്ദേഹത്തെ പുറത്താക്കി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവർ വരെയുണ്ട് കേരളത്തിൽ. പക്ഷെ അവരാരും ഇതുവരെ സൈബർ ഇടങ്ങളിൽ പിണറായി വിജയന്റെ ഈ PR ഏജൻസിയാണ് ഈ വാർത്തയിൽ ആഡ് ചെയ്തത്, ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞ കാര്യത്തെ ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒരാളും വന്നിട്ടില്ല. ക്യാപ്സൂൾ നിർമ്മിക്കുന്ന ഫാക്ടറി ഓവർ ടൈം വർക്ക് ചെയ്ത് ക്യാപ്സൂൾ തികയാതെ കൊടുത്തിട്ട് മതിയാവാതെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഒരാളും വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആവശ്യമായ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ നിമിഷ നേരം കൊണ്ട് മാറുന്ന ഈ വ്യാഖ്യാനങ്ങൾക്ക് ക്യാപ്സൂളുമായി ഇറങ്ങാൻ സൈബർ സഖാക്കൾ പോലും സന്നദ്ധരല്ല. മസിൽ പവർ ചിഹ്നിട്ട് നടന്നിരുന്നു പിണറായിയുടെ പേരിന്റെ അപ്പുറത്ത്. ഒരാളെ പോലും നിങ്ങൾക്ക് 2 ദിവസമായിട്ട് സൈബർ ഇടങ്ങളിൽ കാണാനില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സാധിച്ചതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മർഹൂം സോവിയറ്റ് യൂണിയന്റെ ചരിത്രം നമുക്കറിയാം. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന്റെ ഒരു പേരാണ്, ഒരു നാമമാണ്. ആ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? കമ്മ്യൂണിസ്റ്റ് അധികാരങ്ങൾ എങ്ങനെയാണ് ആളുകൾ കൈയൊഴിയുക? ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പിരിച്ചുവിടും. സഖാവ് ഗോർബച്ചേവ് പിരിച്ചുവിട്ടപ്പോ നമുക്കറിയാം എന്താണ് സോവിയറ്റ് യൂണിയൻ സംഭവിച്ചത്. ഗോർബച്ചേവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം അത് പിരിച്ചുവിടാതെല്ല നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഭക്ഷണ സാധനങ്ങളില്ല. എന്നിട്ട് ഇവിടെ ആളുകൾ അത് പാടിപ്പുകഴ്ത്തും, മധുര മനോഹര റഷ്യ. ആളുകൾക്കെല്ലാം വീടിന്റെ വാതിൽ തുറന്നു പോകാം, ഒരു മോഷണമില്ല, ചതിയില്ല, വഞ്ചനയില്ല. മോട്ടിക്കാൻ വീട്ടിൽ എന്തെങ്കിലും സാധനം വേണ്ടേ? പട്ടിണിയാണ്. സഖാവ് ഗോർബച്ചേവിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം തന്നെ പറയാണ്, റേഷൻ ഷാപ്പിന്റെ മുന്നിൽ വലിയ ക്യൂ നിന്നപ്പോൾ ആളുകൾ ദേഷ്യം കൊണ്ട് ഗോർബച്ചേവിനെ വെടിവെച്ച് കൊല്ലാൻ ഗോർബച്ചേവിന്റെ വീട്ടിൽ പോയി. ഗോർബച്ചേവിനെ വെടിവെച്ച് കൊന്നിട്ട് ഞാൻ ഈ റേഷൻ വാങ്ങാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പോയ വേഗത്തിൽ തിരിച്ചു വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പറ്റി? സഖാവ് ഗോർബച്ചേവിന്റെ വീട്ടിൽ ഇതിനേക്കാൾ വലിയ ക്യൂ ആണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ. ഇതാണ് സോവിയറ്റ് യൂണിയൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, സ്വന്തം സഹോദരിമാരുടെ മാനം വിറ്റ് സോവിയറ്റ് യൂണിയൻ അതിജയിക്കേണ്ട ഒരു കാലം വന്നു. ലോകത്ത് നിങ്ങളറിയാം, ഗൾഫില് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു 10-20 വർഷം മുമ്പ് സ്വന്തം മാനം വെക്കാൻ, ശരീരം വെക്കാൻ ക്യൂ നിൽക്കുന്ന സഹോദരിമാരെ കയറ്റി അയച്ച ഒരു സംവിധാനമായി സോവിയറ്റ് യൂണിയൻ മാറി.
എന്ന് പറഞ്ഞാൽ അധികാര ഘടനക്ക് കൂട്ടുപിടിച്ച പാർട്ടി സംവിധാനങ്ങൾ പിരിച്ചുവിട്ട് കമ്മ്യൂണിസം നശിച്ചുപോയ രാജ്യങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. നേതാക്കന്മാരുണ്ടാവും, അനുയായികൾ സ്വയം കൊഴിഞ്ഞുപോയ സ്ഥലങ്ങളുണ്ട്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വെസ്റ്റ് ബംഗാൾ അതിന്റെ ഉദാഹരണമാണ്. സ്റ്റേറ്റ് കമ്മിറ്റി എവിടെയുണ്ട്? അതുപോലെ തന്നെ നമുക്കറിയാം ഈ അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെല്ലാവരും ഉണ്ട്. 40% മുതൽ 50% വരെ വെസ്റ്റ് ബംഗാളുകാരൻ വോട്ട് ചെയ്തിരുന്ന സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഈ 40% വോട്ട് പോയി. നേതാക്കന്മാരും പോയിട്ടില്ല, എല്ലാവരും എവിടെയുണ്ട്? പാർട്ടി ഓഫീസുകൾ കാലിത്തൊഴുത്തുകളായി. പല പാർട്ടി ഓഫീസുകളിലും താമരച്ചിഹ്നം പതിഞ്ഞു, പല പാർട്ടി ഓഫീസുകളിലും BJPയുടെ കൊടി പാറി, പല പാർട്ടി ഓഫീസുകളും മമതാ ബാനർജി പൂട്ടി സീല് വെച്ചു. ഇതൊക്കെ നമ്മൾ നടക്കുന്ന വെസ്റ്റ് ബംഗാളിലാണ്. എന്താ സംഭവിച്ചത്? സെലക്ടീവ് അംനേഷ്യ എന്ന് പറയാണ്. ചില കാര്യത്തിൽ മറവി കൂടി നേതാക്കന്മാർക്ക്, ചില കാര്യത്തിൽ മറവി കൂടി. ആ മറവി കൂടുന്നതിന്റെ ലക്ഷണമാണ് പിണറായി വിജയൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടും പറയാനുള്ളത്, നിങ്ങളിത് ലാസ്റ്റ് ബസ്സാണ് കമ്മ്യൂണിസത്തിൽ, ലോകത്ത് തന്നെ ലാസ്റ്റ് ബസ്സാണ്. ഇപ്പൊ തെരഞ്ഞു നോക്കാൻ ശ്രീലങ്കയിൽ ഞങ്ങളുടെ ആളാണ്. ഏത്? ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്ന ആൾ, ഇടതുപക്ഷത്തിന്റെ ആളാണ്. ആര്? വംശീയ സിംഹളവാദിയായ ആൾ. സിംഹളരായ ആളുകളുടെ കൂടെ നിന്നിട്ട് തമിഴരായ ന്യൂനപക്ഷത്തെയും മുസ്ലിങ്ങളെയും കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തതിൽ മുൻപന്തിയുള്ള ആളാണ്. അതുകൊണ്ട് 2 ദിവസം അങ്ങനെ പഠന്നു നോക്കി. 3-ാമത്തെ ദിവസം ഇദ്ദേഹം അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പൊ പിന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി. അങ്ങനെ ലോകത്ത് എവിടെ തെരഞ്ഞാലും ഈ സാധനമില്ല. ആ സാധനത്തിന്റെ ഏറ്റവും അവസാനത്തെ ചായടിച്ച പെയിന്റ് അടിച്ച ബസ്സാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് കേരളത്തിന്റെ ഗോർബച്ചേവായി സഖാവ് പിണറായി വിജയൻ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിരിച്ചുവിടും അദ്ദേഹം, പിരിച്ചു. കാരണം അദ്ദേഹത്തിന് ഇതിന് യാതൊരു പ്രതിബദ്ധതയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ അതുകൊണ്ടാണല്ലോ PV അൻവറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ഞാൻ സംസാരിക്കുന്ന ഇവിടുത്തെ സഖാക്കളോടാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ സഖാവാണെന്ന് പറഞ്ഞാൽ ഒരടി കൂടുതൽ കിട്ടുന്ന പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരാൾക്കും രക്ഷയില്ല. പോലീസ് സംവിധാനം അടിമുടി RSSന് തീറെഴുതി കൊടുത്തിരിക്കുകയാണ്. പോലീസ് സംവിധാനം അടിമുടി RSSന് തീറെഴുതി കൊടുത്തിരിക്കുകയാണ്. എല്ലാ പോലീസും അല്ല, പോലീസിൽ ഫ്രാക്ഷൻ അതാണ്. അത് നിയന്ത്രിക്കുന്ന ആളാണ് MR അജിത് കുമാർ. MR അജിത് കുമാറിന്റെ അദ്ദേഹം ഇടപെട്ട മുൻകാല സംഭവങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. തൃശ്ശൂരിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതെന്തിനാണ് നമ്മൾ ഇതിനെതിരെ ശബ്ദിക്കുന്നത്? ഇത് മലപ്പുറം ജില്ലയെ അപരവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സാഹോദര്യത്തിന്റെ രാജ്യം, സാഹോദര്യത്തിന്റെ സംസ്ഥാനമാണ്, സൗഹൃദത്തിന്റെ സംസ്ഥാനമാണ്. നേരത്തെ സുരേന്ദ്രൻ സാർ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് കൈ നീട്ടിയാൽ നിങ്ങൾ കാണുന്നത് കോട്ടക്കുന്ന് മൈതാനിയാണ്. അതിന്റെ ചെരുവിൽ വെച്ച് ഒരു മനുഷ്യനെ 3 മണിക്കൂർ ചുട്ടുകത്തിച്ചിട്ടുണ്ട് ഷഹീദ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവൾ ആരായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആനക്കന്ന് മലപ്പുറത്തേക്ക് സൈനികരുമായി അദ്ദേഹം മാർച്ച് നടത്തി. ഏകദേശം 12,000 മുതൽ 14,000 വരെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കലക്ടർ തോമസ് മക്കെയിൻ അദ്ദേഹത്തിന്റെ സൈന്യവും പേടിച്ചോടി. അതിനെക്കുറിച്ച് ബ്രിട്ടീഷ് പത്രം എഴുതിയത് മലബാറിൽ ബ്രിട്ടന്റെ അന്ത്യമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രയും വലിയ സൗഹൃദത്തിലും സാഹോദര്യത്തിലും വികസിപ്പിച്ചെടുത്തതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ജനതയാണ് ഏറനാട്ടിലെയും വെള്ളുവനാട്ടിലെയും ജനത എന്ന് പറയുന്നത്. എടുത്ത് പരിശോധിക്കണം ആ സൗഹൃദം. അതാണല്ലോ മൗലാന അബുൽ കലാം ആസാദ് കുത്തബ് മീനാറിന്റെ മുകളിൽ മലക്ക് വന്ന് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കാൻ, ആസാദ് നിനക്കെന്ത് വേണം? അനക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യം വേണോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണോ എന്ന് മലക്കനോട് ചോദിച്ചാൽ ഞാൻ തർക്കമില്ലാതെ നിസ്സംശയം മലക്കനോട് പറയും, എനിക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യം മതി, സ്വാതന്ത്ര്യം വേണ്ട. ആ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകാത്മകമായ ദേശമാണ് കേരളം എന്ന് പറയുന്നത്. സാമൂതിരിയും അതുപോലെ തന്നെ മഖ്ദൂമുമാരും അതുപോലെ തന്നെ നമുക്കറിയാം കുഞ്ഞാലിമരക്കാർമാരും സാമൂതിരിമാരും അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, മമ്പുറന്തങ്ങൾ, ആലി മുസ്ലിയാർ, അതുപോലെ തന്നെ MP നാരായണ മേനോൻ, അതുപോലെ പണ്ടിയാട് നമ്പീശൻ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഇങ്ങനെയുള്ള ഒരു നെക്സസ് ആണ്. ഇന്ന് വർക്ക് ചെയ്യുന്ന നെക്സസ് അല്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം പകുത്തുകൊടുത്ത് ജീവൻ കൊണ്ട് ചിറകെട്ടിയ മനുഷ്യർ, അവർ പടുത്തുയർത്തിയ ഒരു മൂല്യമുണ്ട് കേരളത്തിൽ. അതിനാണ് ഞങ്ങൾ സൗഹാർദ്ദം എന്ന് പറയാം. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെറിയ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവകാശപ്പെടാനൊന്നുമില്ല. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം, സഹിഷ്ണുത അന്തരീക്ഷം നിലനിർത്തിയതിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പങ്കുണ്ട്. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ആരാണ്? ഏത് ദേശക്കാരാണ്? ഏത് ജില്ലക്കാരാണ്?
ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് അന്വേഷിച്ചു നോക്കേണ്ട വലിയ വലിയ ബാധ്യത നമുക്കുണ്ട്. ആ കാലത്താണ് നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ രക്തം പകുത്തു കൊടുത്ത ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ വല്യപ്പമാർ, പിതാമഹന്മാർ ഈ രാജ്യത്തിന്റെ മണ്ണിനു വേണ്ടി സർവ്വതും വിട്ടുവീഴ്ച ചെയ്ത് എല്ലാത്തരം ഭീഷണികളെയും വകവെക്കാതെ നെഞ്ചുപിരിച്ച് പോരാടി വാങ്ങിയ സഹവർത്തിത്വത്തെ കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ട്, മാഷാ അല്ലാഹ് സ്റ്റിക്കർ കൊണ്ട്, കടകംപള്ളിയുടെ പ്രസ്താവന കൊണ്ട്, പിണറായി വിജയന്റെ RSS പ്രകടനം കൊണ്ട്, അതുപോലെ തന്നെ വിജയരാഘവന്റെ പ്രസ്താവനകളെ കൊണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ കുറിച്ച് നടത്തിയ എല്ലാ പ്രസ്താവനകൾ കൊണ്ടും മായ്ക്കാൻ ശ്രമിച്ചാൽ, വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ചാൽ ചെറുകെട്ടി പ്രതിരോധിക്കാൻ ബാധ്യതയുള്ളവരാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ചു കാഫിർ വിവാദം എന്ന് പറയുന്നത് വടകരയിൽ. എന്നിട്ട് ഈ വിവാദം എന്താ, എത്ര ഭീകരമാണ് ആ വിവാദം. നിങ്ങൾ ആലോചിച്ചു നോക്കുക. കെ മുരളീധരൻ ജയിച്ച മണ്ഡലം, മുല്ലപ്പള്ളി ജയിച്ച മണ്ഡലം, അവിടെ ഷാഫി എന്ന് പേരുള്ള ഒരാൾ വന്നപ്പോ പേരുകൊണ്ട് മുസ്ലിമായി അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരും അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ തടിച്ചുകൂടിയവരും വർഗീയവാദികളാക്കിയത് RSS അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ RSSന് റോളുമില്ല. RSS വളരാത്ത എന്താണെന്ന് ആലോചിച്ചാൽ ഇതിവിടെ ഉള്ളത് കൊണ്ടാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവർ പറയുന്നതൊക്കെ അതിനേക്കാൾ എരിവും പുളിയും കൂട്ടി പറയാൻ ശേഷിയും സൈദ്ധാന്തികമായ ശക്തിയുമുള്ള ഒരു സംഘം ഇവിടെയുണ്ട്. അതുകൊണ്ട് സൈദ്ധാന്തിക എപ്പോഴാണ് ശക്തി കൂടാ തോന്നിയസം കാണിക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. സഖാവ് ഗോവിന്ദൻ മാഷോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയും ക്ലാരിറ്റി ഇല്ല. കാരണം പറയുന്നത് തന്നെ ആർക്കോ വേണ്ടിയാണ്, ഒരു ആത്മാർത്ഥത ഇതിലില്ല. ഏതായാലും ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ടുപോയി എന്നതുകൊണ്ട് ന്യായീകരിച്ചു പോവുകയാണ്. മൂർത്തമായ സാഹചര്യം, അമൂർത്തമായ പദാവലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മുമ്പ് ഡാസ് ക്യാപിറ്റലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഏതോ മനുഷ്യനാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കുന്നത്. ഒരു പ്രതിബദ്ധതയുമില്ല. നിങ്ങളോട് ചോദിച്ച MR അജിത് കുമാറിന് എന്താണ് മാറ്റാത്തത്? എന്താണ് തൃശ്ശൂർ പൂലം കലക്കി എന്നതല്ല, അതിന്റെ തൃശ്ശൂർ BJPക്ക് കൊടുത്തു വന്നതാണ്. 10,75,000 വോട്ടുകൾ BJPക്ക് ഭൂരിപക്ഷം നൽകി. ഈ മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും പേരുകെട്ട ഒരു സന്ദർഭത്തെ ഏറ്റവും വിദ്വേഷം പരത്തുന്ന, വിദ്വേഷ വൈര്യം പ്രചരിപ്പിക്കുന്ന ഒരു സംഘത്തിന് താലത്തിൽ വെച്ചു കൊടുത്തത് ആരുടെ ചെലവിലാണ്? അതിന് മറുപടി പറയാൻ തയ്യാറല്ല. ഒരു കാര്യം ഉറപ്പാണ്. കാരണം എല്ലാ നിലപാടുകളും U-turn അടിച്ച് സർവ്വലോക റെക്കോർഡ് നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ വിഷയത്തിലും അദ്ദേഹം U-turn അടിക്കും, നിങ്ങൾ കാത്തിരുന്നു. പക്ഷെ അതിന്റെ മുമ്പ് ഇവിടെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും. എന്താണ് മലപ്പുറത്തെ കുറിച്ച് നടന്നത്? 24 മണിക്കൂർ ദേശീയ മീഡിയകൾ കവർ ചെയ്തു. മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും ജാമിയ മില്ലിയയിലെയും ഒക്കെ അവിടെ നിന്ന് ക്യാമ്പസ് വിടുമ്പോൾ പുറത്തിറങ്ങുന്ന കുട്ടികൾ തട്ടമിട്ട കുട്ടികളാണ്. അവരെ കണ്ടിട്ട് മലപ്പുറത്തും കണ്ണൂരിന്നും കോഴിക്കോടുന്നും വന്ന കുട്ടികൾ. എന്നിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞ വാക്കെന്താണ്? ഡൽഹി മലപ്പുറമാകാൻ പോകുന്നുവെന്നാണ്. അന്ന് കേരളത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണം നടത്തി നമ്മളെല്ലാവരും ജാതി മതഭേദമന്യേ എതിർത്തു. കേരളത്തിൽ നിന്ന് 10,32,000 ആളുകൾ IS-ലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സിനിമ നിർമ്മിച്ച് കേരളത്തെ അപമാനിച്ചപ്പോ നമ്മളെല്ലാവരും പ്രതിരോധിച്ചു. പക്ഷേ RSS ആഖ്യാനം, RSS ഫണ്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന ആഖ്യാനം അതേ അളവിലും തീവ്രതയിലും അതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തിരക്കിലാണ് CPM ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പിണറായി വിജയൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. CPM നിർമ്മിക്കുന്ന ക്യാപ്സൂൾ മുഴുവൻ RSSന് വേണ്ടിയാണ്. സ്വന്തം പാർട്ടിയുടെ അവസാനത്തെ മണ്ണൊലിപ്പും തടയാനുള്ള ഒരു പ്രതിരോധവും അവർ നടത്തുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവസാനത്തെ ബസിന്റെ 4 ടയറും പഞ്ചറാക്കിയിട്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. ഇത് മുന്നോട്ട് പോവണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ RSSന്റെ പെർമിഷൻ ആവശ്യമാണ്. നിങ്ങൾ RSSനുമായി അത്രയും നെക്സസ് പുലർത്തുന്ന ഭരണകൂടം ആരാണ്? അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ആള് ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. 2-3 നേരം പത്രക്കാരോട് ബൈറ്റ് പ്രഖ്യാപിച്ചവരാണ്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ എന്താ അത് ചർച്ച ചെയ്യാത്തത്? അതാണ് ഇവിടുത്തെ വിഷയം. BJPയുടെ ആക്റ്റീവ് പാർട്ട്ണറാണ് CPM എന്നതാണ് ഇവിടുത്തെ വിഷയം. സ്ലീപ്പിംഗ് പാർട്ട്ണറല്ല. BJP ആയിട്ട് രഹസ്യബാന്ധമൊന്നും പറയണ്ട, വളരെ പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിനെ യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് നടത്തുന്നത്? എല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ പഴിചാരിക്കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും സംഘടനയെ
ഏതെങ്കിലും സംഘടനയെ പഴിചാരിക്കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല. എന്നിട്ട് പറയാണ് RSSുമായി ഞങ്ങൾ ചർച്ച നടത്തി, നിങ്ങളും ചർച്ച നടത്തിയിട്ടില്ലേ, ജമാഅത്തെ ഇസ്ലാമിയും ചർച്ച നടത്തിയിട്ടില്ലേ എന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അല്ല ചർച്ച നടത്തിയത്, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുമാണ്. ജമിയത്തുൽ ഉലമാ ഹിന്ദ് ഉണ്ട്, അഹ്ലെ ഹദീസ് ഉണ്ട്, ദൈവബന്ദ് ഉണ്ട്, ബറേൽവികളുണ്ട്. ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യമുള്ള 10-25 സ്റ്റേറ്റുകളിൽ മുസ്ലിം സമൂഹത്തിന്റെ കോർഡിനേഷൻ നിർവഹിക്കുന്ന എല്ലാ സംഘടനകളും ഒരുമിച്ചാണ് ഇവിടെ RSS നേതാക്കന്മാരെ കണ്ടത്. RSS നേതാക്കന്മാരുമായി നടത്തിയ ചർച്ച എന്താണ്, അവർ പറഞ്ഞ മറുപടി എന്താണ്, അവരോട് ആവശ്യപ്പെട്ട കാര്യം എന്താണ്? പിറ്റേ ദിവസം 10-24 മണിക്കൂറിന് മുമ്പ് രാജ്യത്ത് മുഴുവൻ പ്രസിദ്ധീകരിച്ചു. ധൈര്യമുണ്ടെങ്കിൽ MR അജിത് കുമാറും അതുപോലെ തന്നെ റാം മാധവും നടത്തിയ ചർച്ച പ്രസിദ്ധീകരിക്കണം. ശ്രീ എമ്മുമായി കൂടിക്കാഴ്ച നടത്തി കണ്ണായ തിരുവനന്തപുരത്തെ ഭൂമി അദ്ദേഹത്തിന്റെ യോഗ ട്രസ്റ്റിന് ദാനം ചെയ്തത് അദ്ദേഹവുമായി നടത്തിയ ചർച്ച പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ CPM-ന്? ഇല്ല, ധൈര്യമുണ്ടാവില്ല. കാരണം അത് ഡീലിംഗ് ആണ്, നെക്സസുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഡീലിംഗിന്റെ ഭാഗമായി നടന്നതാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമിയെ പഴിചാരിക്കൊണ്ട് ഇതിന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കെണിയിലല്ല, ഒരു കുരുക്കിലല്ല, ഒരു ആഴത്തിലല്ല CPM വീണിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ ഭരണം, ഇവിടത്തെ ഇന്ത്യ രാജ്യത്തെ മലീമസമാക്കാൻ വിദ്വേഷം പേറി നടക്കുന്ന വിഷലിപ്തമായ വർഗീയ അജണ്ടകൾ മാത്രം വിസർജിക്കുന്ന ഒരു സംഘത്തിന്റെ താലത്തിൽ വെച്ചു കൊടുക്കാനുള്ള മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നോ എന്ന് പറയുന്നത്. നിങ്ങളോടുള്ള വിദ്വേഷമല്ല ഇതിന്റെ അടിസ്ഥാനം, RSSനോടുള്ള വിയോജിപ്പാണ്, സംഘപരിവാറിനോടുള്ള വിയോജിപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കാൻ, ഇപ്പൊ MR അജിത് കുമാറിനാണോ പിണറായി വിജയനാണോ ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര വകുപ്പിൽ സ്വാധീനം വന്നത്? ഏറ്റവും ഒടുവിൽ മനാഫിനെതിരെ ചുമത്തിയ വകുപ്പ് എന്താണ്? കലാപാഹ്വാനത്തിനുള്ള വകുപ്പാണ്. ഏത് മനാഫ്? ലോറി ഉടമ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് തുടങ്ങി സൈബർ അറ്റാക്ക് നടത്തി എന്ന് പറഞ്ഞപ്പോ പോലീസിന് എന്തൊരു ജാഗ്രതയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കെ, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെയും പ്രതീകമായി മനാഫ് അർജുൻ എന്ന് പറയുന്ന ഉയർന്നു വന്നപ്പോ കേരളത്തില് ആ അർജുന്റെ വീട്ടിൽ പോയ ഒരാളുണ്ട്, സംഘപരിവാറിന്റെ ആളാണ്, നേതാവാണ്. അദ്ദേഹം അവിടെ പോയി ഇറങ്ങി 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിവാദങ്ങളാണ് ടിസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമാണ് മനാഫിനെതിരെ കേസ് വന്നിട്ടുള്ള ആ കേസ് ഏറ്റെടുക്കാൻ കേരള പോലീസിന് എന്തൊരു ജാഗ്രതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, മലപ്പുറത്ത് ക്രൈം റേറ്റ് ഉണ്ട്. ക്രൈമിന്റെ എണ്ണം അനുസരിച്ചാണ് IPS ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക. അതിനൊരു കോട്ടുണ്ട്, ആ കോട്ട അനുസരിച്ചാണ്. അതുകൊണ്ട് ക്രൈം റേറ്റ് കൂട്ടുക, കേസ് രജിസ്റ്റർ ചെയ്ത് കൂട്ടുക. അതിനുവേണ്ടി കഴിഞ്ഞ 2 ടേമുകളിലായി കഴിഞ്ഞ SPയും അതിന്റെ മുമ്പത്തെ SPയും മലപ്പുറത്ത് ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. ന്യായമായ പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും തെരുവിൽ തടിച്ചുകൂടിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ എന്താണ്? ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അതറിയാം. അങ്ങനെ കേസ് റേറ്റ് ഉയർത്തുകയാണ്. കേസിന്റെ റേറ്റ് ഉയർത്തുകയാണ്. അങ്ങനെ കേസിന്റെ റേറ്റ് ഉയർത്തി ഈ സംസ്ഥാനത്തെ ഏറ്റവും ക്രിമിനൽ റേറ്റ് ഉള്ള സംസ്ഥാനമായി മലപ്പുറത്തെ മാറ്റുക എന്നത് ആരുടെ അജണ്ടയാണ്? ആ അജണ്ടക്കാരാണ് കൂട്ടുനിന്നത് എന്ന് വ്യക്തമാക്കാൻ, വെളിവാക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളും കച്ചവടം ചെയ്യുന്നതിന്റെ ഡീല് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, എന്നിട്ടത് തീവ്രവാദികളാണ്, എക്സ്ട്രീമിസ്റ്റുകളാണ്. ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിലുണ്ട്, തീവ്രവാദികളാണ്. മലപ്പുറത്ത് ആരാണ് തീവ്രവാദത്തെ കുറിച്ച് പരസ്യമായി ചർച്ച നടത്താൻ CPM-ന് താല്പര്യമുണ്ടോ? അന്വേഷിക്കണം, ആരാണ് തീവ്രവാദം? സ്വന്തം കൂടെ നടന്ന 8 വർഷം കടന്നലുകളുടെ രാജ എന്ന് സഖാക്കൾ പേരിട്ട് വിളിച്ചിരുന്ന ഒരു MLA പുറത്തു പോയപ്പോ കൈയും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞത് ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾ ചേർക്കുക? കൂടെ കഴിഞ്ഞ ഒരു മനുഷ്യൻ പുറത്തുപോയ 51 വെട്ടുവെട്ടി അതിക്രൂരമായി വധിച്ചത് ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾ ചേർക്കുക? അങ്ങനെ ഈ തീവ്രവാദത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും അതുപോലെ തന്നെ ഭീകരവാദത്തിന്റെയും കാര്യങ്ങളിൽ ചർച്ച നടത്താനുണ്ടെങ്കിൽ ഇന്ത്യ വിഭജനം CPM-ന്റെ നിലപാടെന്താണ്? സ്വാതന്ത്ര്യ സമരം CPM-ന്റെ നിലപാടെന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം അതുപോലെ തന്നെ CPM-ന്റെ നിലപാടെന്താണ്? ഇന്ത്യ ചൈന സംഘർഷം CPM-ന്റെ നിലപാടെന്താണ്? ഇങ്ങനെ ഓരോരുത്തരും നിലപാടെടുത്തു വരട്ടെ. ആ നിലപാടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്താണ്? ഞങ്ങൾക്ക് ആരുടെ മുന്നിലും മറച്ചു വെക്കേണ്ടതില്ല, ആരുടെയും സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ല. ഞങ്ങൾ നേർക്കുനേരെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് മാത്രമാണ് പിന്തുണ അർപ്പിച്ചിട്ടുള്ളത്.
നേർക്ക് നേരെ നമ്മുടെ രാഷ്ട്രീയത്തിനാണ്. അത് UDF-നല്ല, LDF-നല്ല. ഈ ഇസ്ലാമിക പ്രസ്ഥാനം ഉയർത്തുന്ന രാഷ്ട്രീയ മുന്നേറ്റമുണ്ട്. ആ രാഷ്ട്രീയത്തിന് മാത്രമാണ് പിന്തുണ അർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെയും സ്ലീപ്പിംഗ് പാർട്ണർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കൽ, സ്ലീപ്പിംഗ് പാർട്ണറായി ഇത്ര കാലം 8 കൊല്ലം സ്ലീപ്പിംഗ് പാർട്ണറായവർ ആക്റ്റീവ് പാർട്ണറുടെ റോളിലേക്ക് വന്നു എന്നതാണ് MR അജിത് കുമാർ അടക്കമുള്ള വിവാദത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങളറിയാം, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ കേരളത്തിന്റെ സെക്യുലർ ബാലൻസിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലാർക്കും തർക്കമില്ല. പക്ഷെ ആ സെക്യുലർ ബാലൻസിനെ സ്വന്തം കഴിവുകോട് കൊണ്ടും നിലപാട് കൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടിയും അതിനെ താറടിച്ചു കാണിക്കുമ്പോൾ, അതിനെ ഇകഴ്ത്തി കാണിക്കുമ്പോൾ അതല്ല എന്ന് പറയാനുള്ള ബാധ്യതയ്ക്ക് വേണ്ടിയാണ് ഈ രാത്രിയും ഇവിടെ തടിച്ചുകൂടിയ മനുഷ്യർ പ്രതിജ്ഞാബദ്ധരായി നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ലോകത്ത് നമുക്ക് അധിനിവേശത്തോടും അതുപോലെ തന്നെ എല്ലാ സമരങ്ങളോടും നിങ്ങൾ ആലോചിച്ച് നോക്കാം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക ആദർശത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അടിമത്തത്തിനെതിരെ സമരം ചെയ്യുക എന്നത്, വിധേയത്വങ്ങളെ വിസമ്മതിക്കുക എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത്. അത് ഏറനാടും വെള്ളുവനാടും മലപ്പുറത്തും ഫലസ്തീനിലും ലോകത്തെ ഏത് സ്ഥലങ്ങളിലായാലും നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. CPM ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമുണ്ട്. തൂഫാൻ ലക്സയുടെ ഒക്ടോബർ 7 ബന്ധപ്പെട്ട ദിനം ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുമെന്നതാണ്. പക്ഷേ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് ചോദിക്കേണ്ടത്, ആ പോരാളികളോട് ഐക്യദാർഢ്യപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ്. ആ പോരാളികൾ ആരാണ്? ലോകത്ത് എല്ലാ സംവിധാനങ്ങളും എതിരായിട്ട് ലോകത്തെ വൻശക്തിക്കെതിരെ നെഞ്ചുപിരിച്ച് നിന്നകാലിൽ പോരാടുന്ന ശേഷിയുള്ള മനുഷ്യർ, 42,000 ആളുകളെ രക്തസാക്ഷികളായി നൽകിയവർ, 902 കുടുംബങ്ങൾ മുഴുവൻ തുടച്ചൊതുക്കി ഇസ്രായേൽ, 1364 കുടുംബത്തിൽ ഒരംഗത്തെ മാത്രം ബാക്കിയാക്കി. അത്രയും രൂക്ഷമായ ഉന്മൂലനം നടക്കുമ്പോ സന്ധിയില്ലാതെ പൊരുതുന്ന ഒരു ജനത. നിങ്ങളും പൊരുതാൻ തയ്യാറാവണം. ഈ രാജ്യത്തെ വിഭജിക്കുന്നവർക്കെതിരെ വർഗീയതയുടെ വിഷലിപ്തമായ അജണ്ടകൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് സന്നിവേശിപ്പിക്കുന്നവർക്കെതിരെ നിങ്ങൾ തോളോട് ചേർന്ന് പോരാടാൻ തയ്യാറാവണം. അതിന് തടസ്സമാകുന്നവർ സ്വന്തം പാളയത്തിലാണെങ്കിലും അതിനെ വലിച്ചു പുറത്തിടാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മനാഫിനെതിരെ കേസെടുത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. മനാഫിനെതിരെ കേസെടുത്തത് കലാപാഹ്വാനത്തിനാണ്. ഏത് സംസ്ഥാനത്താണ് ഈ കേസെടുക്കുന്നത്? ഭക്ഷണം കഴിക്കാനും വർഗീയത പറയാനും മാത്രം തുറക്കുന്ന വക്കീലുള്ള നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ശങ്കരൻ വക്കീൽ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനും വർഗീയത പറയാനും മാത്രം തുറക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ചാനലിന്റെ സ്ക്രീനിൽ മുഴുവൻ 24/7 വിഷലിപ്തമായ അജണ്ടകൾ നിറഞ്ഞാടുന്ന മറുനാടൻ പോലെയുള്ള ആളുകൾ. അതുപോലെ തന്നെ കിട്ടാവുന്ന വേദികളിലെല്ലാം വിഷലിപ്തമായ വർഗീയതയുടെ അജണ്ടകൾ പ്രസംഗിച്ചു നടക്കുന്ന സംഘപരിവാറിന്റെ നേതാക്കന്മാർ. ഇവർക്കൊക്കെ ഏത് കേസാണ് എടുത്തിരിക്കുന്നത്? ഇവർക്ക് എത്ര കേസുകളുണ്ട്? എത്ര ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്? പക്ഷെ ഒരു കേസും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഈ ഫ്രാക്ഷൻ കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു മതസമൂഹത്തെ ഏതെങ്കിലും ഒരു ജില്ലയോ ബാധിക്കുന്ന കേസല്ല. കേരളത്തിലെ CPM-ന് അപ്പാടെ വിഴുങ്ങുന്ന ഒരു ഫ്രാക്ഷനായി കേരളത്തിന്റെ പോലീസിൽ RSS ഫ്രാക്ഷൻ മാറും എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു കാലം വരും. ആ കാലത്ത് നിങ്ങൾ ആദ്യം തള്ളിപ്പറയുന്ന നേതാവ്, നിങ്ങൾ ആദ്യം തള്ളിപ്പറയുന്നത്, നിങ്ങൾ ആദ്യം വിരൽ ഉയർത്തുന്നത്, നിങ്ങൾ ആദ്യം എതിരമുദ്രാവാക്യം വിളിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയായിരിക്കില്ല, ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്കെതിരെ ആയിരിക്കില്ല. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കൺകണ്ട ദൈവമായി നിങ്ങൾ വാഴ്ത്തിയ, നിങ്ങൾ സിന്ദാബാദ് വിളിച്ച, അദ്ദേഹം എന്തു പറയുമ്പോഴും ഇൻകിലാബ് ആവർത്തിച്ചു വിളിച്ച മുഖ്യമന്ത്രിയുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ സഖാക്കൾ തന്നെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാലം വരും. സഖാവ് ഗോർബച്ചേവിനെ ഇല്ലാതെയാക്കുവാൻ സഖാക്കൾ തന്നെ തുനിഞ്ഞിറങ്ങിയ ഒരു കാലം സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിൽ ഉണ്ടായതുപോലെ. അതുകൊണ്ട് പറയാനുള്ളത്, ഈ നെക്സസ് നിങ്ങളുടെ കാലിനടിയിലുള്ള മണ്ണാണ് അവര് യഥാർത്ഥത്തിൽ ചോർത്തിക്കൊണ്ടിരിക്കുന്നത്, അതില്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയെ കുറിച്ചും കേരളത്തിലെ ഈ ജനകീയ സമരങ്ങളെ കുറിച്ചുമെല്ലാം ഒരൊറ്റ ഉദാഹരണം മാത്രം എടുത്തു നോക്കുക. തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തൊരു സമരമുണ്ട്. ലാത്തീൻ ക്രിസ്ത്യൻ സഹോദരന്മാർ നടത്തുന്ന മുന്നണി നടത്തുന്ന സമരമാണ്. ആ സമരം ജനകീയ സമരമാണ് CPM-ന്. നിങ്ങൾ കോഴിക്കോട് എടുത്തു നോക്കുക. ആവിക്കൽത്തോട് നടത്തുന്ന സ്വന്തം വാസസ്ഥലങ്ങളിൽ
മാലിന്യ പ്ലാന്റേഷൻ സ്ഥാപിക്കുന്നതിന് നടത്തുന്ന സമരമുണ്ട്. കോഴിക്കോട് ആവിക്കൽ തോൾ നടത്തുന്ന സമരത്തിൽ സമുദായം കൊണ്ട് ഭൂരിഭാഗം മുസ്ലിങ്ങളായ ഒരു ജനത അവർ നടത്തുന്ന സമരത്തെ അത് വർഗീയവാദികളുടെ സമരമാണ്, വർഗീയവാദികളുടെ സമരമാണ്. ഈ ദ്വന്ദ്ം സൃഷ്ടിച്ച് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്നവർ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്നവർ ആരാണ്? കേരളത്തിൽ അതിൽ നിങ്ങൾ ലിസ്റ്റ് ഇട്ടാൽ ഒന്നാമതും അവസാനമായും എഴുതേണ്ട ഒരു പേര് CPM എന്ന പേരാണ്, ഇടതുപക്ഷം എന്ന പേരാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ CPM-നും ആ CPM നടത്തിക്കൊണ്ട് സംഘപരിവാർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ രാജ്യത്തെ പിളർക്കാൻ, ഈ രാജ്യത്തിന്റെ മനസ്സുകളിൽ വിദ്വേഷത്തിന്റെയും വിഷത്തിന്റെയും വിഷലിപ്തമായ അജണ്ടകൾ പരത്താൻ വിദ്യാഭ്യാസത്തിൽ, സാംസ്കാരിക തലങ്ങളിൽ, സിനിമകളിൽ, അതുപോലെ തന്നെ ചരിത്രങ്ങളിൽ, ഭരണ നിയമങ്ങളിൽ, ഓരോ സംവിധാനങ്ങളിൽ, ഓരോ വാക്കുകളിലെല്ലാം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെയും ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ഇവിടുത്തെ അധസ്ഥിതരെയും അകറ്റി നിർത്താൻ ജാഗ്രതയോടുകൂടി പണിയെടുക്കുന്ന സംഘപരിവാർ സംവിധാനത്തെ, ആ സംവിധാനത്തിന് കുടപിടിക്കുന്ന, അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരു സംഘടനയായി, ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന CPM മാറി എന്ന് പറയുന്നത് ഖേദകരമായ സംഭവമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, നിങ്ങൾ പറയുന്ന എതിർക്കാണെങ്കിൽ അത് തീവ്രവാദിയും വർഗീയവാദിയുമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞത് എതിർക്കുന്നതിൽ മുൻപന്തി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുണ്ട്, CPI. MR അജിത് കുമാറിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 2 SP-മാർ ഇവിടെ അന്വേഷിച്ചപ്പോ ഇവിടുത്തെ ക്രൈം റേറ്റ് ഉയർത്തി നിരക്ക് കൂട്ടി. അതിൽ പുനരന്വേഷണമുണ്ട്, പുനരന്വേഷണം ആവശ്യമുണ്ട്. മലപ്പുറത്തെ കേസുകളിൽ കഴിഞ്ഞ 2 SP-മാർ നടത്തിയ ഇടപെടലുകൾ പുനരന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിട്ട് അദ്ദേഹം തന്നെ ഉൾപ്പെട്ട കേസുകൾ അന്വേഷിക്കാനുള്ള ആർജവും, തെറ്റുപറ്റിയ തിരുത്താനുള്ള തന്റെ ഇടവും, മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിച്ചതിൽ മാപ്പ് പറയാനുള്ള ആർജവും കാണിക്കാൻ കേരളത്തിലെ ഭരിക്കുന്നവർ തയ്യാറാവണം, മുഖ്യമന്ത്രി തയ്യാറാവണം. ഇല്ല എങ്കിൽ ഈ കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ, മുഖ്യമന്ത്രി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറുതും വലുതുമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ ഉണ്ടാവും. ചിരിച്ചു തള്ളാൻ കഴിയില്ല, അതിനെ പുച്ഛിച്ചു തള്ളാൻ കഴിയില്ല. അത് ചില സമയങ്ങൾ കഴിഞ്ഞാൽ ആളുകൾ മറന്നുകൊള്ളുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വിഷയത്തെ അഭിമുഖീകരിക്കാതെ ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റാണ്. നാളെ സംഘപരിവാറിന്റെ അലമാരയിൽ, ഷെൽഫിൽ, അവരുടെ ക്യാപ്സൂളുകളിൽ ഏറ്റവും മുന്തിയ ക്യാപ്സൂൾ ഒന്ന് ലവ് ജിഹാദാണ്. സംഘപരിവാറിന് ആധിപത്യമുള്ള സംസ്ഥാനത്തെല്ലാം ലവ് ജിഹാദ് വിരുദ്ധ നിയമം സംഘപരിവാർ കൊണ്ടുവരുന്നത് ഈ ക്യാപ്സൂളിന്റെ ബലത്തിലാണ്, ഈ റഫറൻസിന്റെ ബലത്തിലാണ്. അതുകൊണ്ട് ഈ ജില്ലയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന നിയമങ്ങളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, അസംഗഡിൽ, ലക്നൌവിൽ ഒക്കെ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളുണ്ട്, പോലീസ് പരിഷ്കാരങ്ങൾ. അതും ഈ ജില്ലയിൽ കൊണ്ടുവരാൻ സംഘപരിവാർ തയ്യാറാകുമ്പോൾ, അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ സംഘപരിവാർ പറയുന്ന ക്യാപ്സൂള് പിണറായി വിജയൻ നൽകിയ അഭിമുഖമാണ്. അതുകൊണ്ട് സംഘപരിവാറിന് ഒരു മരുന്ന് ഷോപ്പ് തന്നെ തുറന്നു കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരോട് മരുന്നിട്ട് കൊടുക്കരുതെന്ന് പറയുന്ന നിങ്ങളുടെ ഉപദേശം ആളുകൾ വലിച്ചെറിയും, പുച്ഛിച്ചു തള്ളും. അതുകൊണ്ട് ആർജവത്തോടുകൂടി തെറ്റുപറ്റിയത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള തന്റെ ഇടവും, അതുപോലെ തന്നെ RSS സംവിധാനം ഇടപെട്ട് നടത്തിയ നീക്കുപോക്കുകളെല്ലാം തിരിച്ചറിഞ്ഞ് അതിലൊരു പുനരന്വേഷണത്തിന് ആർജവത്തോടുകൂടി തയ്യാറാവുകയും ചെയ്യുന്ന നിലപാടുള്ള മനുഷ്യരായി നിങ്ങൾ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഈ സമ്മേളനം നടത്തുമ്പോഴും നിങ്ങൾ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുമ്പോഴും ഞങ്ങളുടെ ആഗ്രഹവും താല്പര്യവും. അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ബുദ്ധദേവ് ഭട്ടാചാര്യ നിങ്ങളുടെ കൺമുന്നിലുണ്ട്, വെസ്റ്റ് ബംഗാൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്, ത്രിപുരയുണ്ട്. എല്ലാ കെട്ടിയ നിങ്ങളെ ആത്മാഭിമാനത്തോടു കൂടി കെട്ടിയുയർത്തിയ കൊടിമരം നാട്ടിയ ത്രിപുരയിലെ പാർട്ടി ഓഫീസുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു കൊടിയും ഉയരാതെ, ഒരു പാർട്ടി ചിഹ്നവും പതിക്കാതെ, പാർട്ടിയുടെ ചെങ്കടി പോലും അപ്രത്യക്ഷമായി ഒടുവിൽ അവിടെയെല്ലാം BJP-യുടെയും സംഘപരിവാറിന്റെയും അടയാളങ്ങൾ സ്വന്തം ഓഫീസുകളിൽ അരങ്ങുപാടുന്ന ത്രിപുര നിങ്ങളുടെ മുന്നിൽ സാക്ഷിയാണ്. അതുകൊണ്ട് ഇതൊരാഗോള യാഥാർത്ഥ്യം മാത്രമല്ല. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന ത്രിപുരയിലെയും വെസ്റ്റ് ബംഗാളിലെയും സഖാക്കളോട് അല്പം സമയം കിട്ടുമെങ്കിൽ സൗഹാർദ്ദത്തിൽ സംസാരിച്ചു നോക്കുക. എന്തു പറ്റി വെസ്റ്റ് ബംഗാളിൽ, എന്തു പറ്റി ത്രിപുരയിൽ എന്ന് ചോദിച്ചു നോക്കൂ. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും മറുപടി. ആ മറുപടി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലും RSS-നെയും സംഘപരിവാറിനെയും വിദ്വേഷ രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും പ്രതിരോധിക്കാനുള്ള മുന്നണി പോരാളികളായി മാറാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ
വെസ്റ്റ് ബംഗാളും ത്രിപുരയും അതിവിദൂരമല്ല. നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ അതുപോലെ തന്നെ ചെങ്കൊടിക്ക് പകരം കാവിക്കൊടി വാങ്ങുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സ്നേഹബുദ്ധിയ ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.